നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. പഴയ റോഡ് അവിടെ ആയിരുന്നു, നമ്മളെ പഴയ ഹൈവേ. അത് മാന്തി മണ്ണൊക്കെ എടുത്ത് പുതിയതായിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡ് പോലെയുള്ള ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമ്മളെ പാലം കണ്ട ഭാഗത്ത് കുറച്ച് ചതുപ്പായ ആ ഒരു തോടൊക്കെ ഉള്ള ഭാഗത്ത് ഒരു പുതുതായിട്ടുള്ള ഒരു ചെറിയൊരു പാലം, താഴ്ന്നൊരു പാലം നിർമ്മിക്കുകയാണ്. അതിൻ്റെ പൈലിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്ത് മണ്ണിട്ട് നിറച്ചല്ല കൊണ്ടുപോകുന്നത്. പാലം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ അവിടെയാണ്, ആ ഭാഗത്താണ് പാലം. എന്താണ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് മണ്ണുകൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈവേയിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരാനുള്ളൊരു റോഡാണ് ഈ ഭാഗത്ത്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്. കോഴിക്കോട് ബൈപ്പാസിൽ അറപ്പുഴ പാലത്തിൻ്റെ മുന്നിലാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ രണ്ട് പാലങ്ങളുടെ അടുത്തുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. മാമ്പുഴ പാലം, അറപ്പുഴ പാലം എന്നീ രണ്ട് പാലത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. ഹൈവേയിൽ പുതുതായിട്ട് അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത് ഒരു പാലത്തിൻ്റെ വർക്കും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടിട്ട് മാമ്പുഴ പാലത്തിന് അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളും കാണാം. മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് കുറച്ച് വർക്കുകളൊക്കെ കൂടുതലായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് താഴെ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ നോക്കാം. പാലത്തിന് താഴോട്ട് വരുമ്പോൾ കാണാം, ഇവിടെ നമുക്ക് വേറൊരു പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലത്തിൻ്റെ ഫില്ലർ വർക്ക് ഇപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. ഞാൻ ഇത് കണ്ടിട്ടില്ലായിരുന്നു. ഇത് കുറേ മുന്നേ സ്റ്റാർട്ട് ചെയ്തതാ അറിയില്ല. ഇപ്പോൾ പുതുതായിട്ട് എനിക്ക് കാണുന്നൊരു കാഴ്ചയാണ്. ഇവിടെ പാലത്തിൻ്റെ സൈഡിൽ വേറൊരു പാലത്തിനുള്ള ഒരുക്കങ്ങൾ കാണാം നമുക്ക്. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പുതിയ പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ ഫില്ലറിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വർക്കൊക്കെ കുറച്ച് സമയമെടുക്കും തോന്നുന്നത്. ഇപ്പോൾ ആ ഭാഗത്ത് 2-3 ഫില്ലറിൻ്റെ വർക്കൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും വർക്കൊക്കെ വരാനുണ്ട്. ഇങ്ങോട്ട് പഴയ പാലം നമുക്ക് കാണാം. പഴയ പാലത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 1, 2, 3 ഫില്ലർ കൂടെ ഇനി വരാനുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഇങ്ങനൊരു പാലം വരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പുറത്ത് മൂന്നാമതൊരു പാലം കൂടെ വരുന്നുണ്ട്. അപ്പുറത്ത് പുതിയൊരു പാലം അതിൻ്റെ ഉള്ളിൽ കാണാം നമുക്ക്. അതാണ് പുതിയതായിട്ടുണ്ടാക്കിയ പാലം. ഇതാണ് പഴയ പാലം, അറപ്പുഴ പാലം. പഴയ പാലം വീതി കുറവായതുകൊണ്ടായിരിക്കാം പുതിയ പാലം ഒന്നുകൂടെ നിർമ്മിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്യാനായിരിക്കാം തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ. ഇവിടെയൊക്കെ മണ്ണ് ഇതാ ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള JCB മറ്റുള്ള വർക്കേഴ്സുകളൊക്കെ ഇവിടെ കാണാം. എല്ലാ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള പാലങ്ങളിൽ മാത്രമാണ് വർക്കുകൾ കുറച്ച് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ ഇതാ പുതിയതായിട്ട് പാലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. പാലത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. കാണാം ഇവിടെയുള്ള വാഹനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലാണ്. വാഹനങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും വാഹനങ്ങളിപ്പോൾ ഹൈവേയിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞുകൊണ്ട് വേഗത്തിൽ വന്ന് പാലത്തിൻ്റെ ഭാഗത്തേക്ക് വന്ന് കൂടുകയാണ്. അതുകൊണ്ടാണ് വാഹനം ഈ പാലത്തിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതലായി തോന്നുന്നത്. ഇതാണ് പുതിയ പാലം. പുതിയ പാലത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് വരാനുള്ളത്. നമുക്ക് കാണാം ഇവിടെ ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെള്ളം നിർത്താനുള്ള കള്ളിയൊക്കെ ആക്കി വെച്ചത് കാണാം. വെള്ളമൊന്നും കാണുന്നില്ല. മെയിനായിട്ട് ഹൈവേയിൽ നോക്കുമ്പോൾ തിരക്കാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കേണ്ട ഈ ഭാഗത്താണെന്ന് തോന്നുന്നത്.
പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഹൈവേയിൽ വന്ന് സ്റ്റക്കാവുന്ന പോലെയാണ്, ഈ പാലത്തിൻ്റെ മുന്നിൽ വന്ന് സ്റ്റക്കാവുന്ന പോലെയാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്തേക്ക്. ഇവിടെ നമുക്ക് കാണാം വലിയ രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ച് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വാള് അവിടെ കൊണ്ടുവന്ന് വെച്ചത് കാണാം ആ ഭാഗത്ത്. ഇവിടെ കാണാം നമുക്ക് കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കമ്പി. ഇതെല്ലാം ഇനി ഈ ഭാഗത്തുനിന്ന് വരുന്ന ഈ കമ്പിയുടെ കൂടെ ജോയിൻറ്റ് ചെയ്ത് സിമൻറ്റ് ചെയ്യുന്നതായിരിക്കും, കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ പാലം അവിടെ വരെ ഉള്ളൂ. പാലത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നൊരു ഭാഗമാണ്. ഇതാണ് താഴോട്ട് വന്നപ്പോൾ കാണുന്ന കോൺക്രീറ്റ് വാള്. ഇത് നമുക്ക് പുഴയുടെ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് ഇപ്പോൾ കണ്ട ഭാഗത്ത്. ഇവിടെ കോൺക്രീറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ കാണാം നമുക്ക് പാലത്തിൻ്റെ സൈഡിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മുകളിലെ ഒരു ഫുട്പാത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോയിട്ട് നോക്കാം. ഇവിടെ പുഴയിലേക്ക് കുറേ ഭാഗത്തേക്ക് മണ്ണൊക്കെ ഇട്ട് ഇറക്കിയിട്ടുണ്ട്. പകുതിയോളം പുഴയുടെ പകുതിയോളം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാം. നല്ല രീതി പുഴ ഒഴുകുന്നത് കാണാം നമുക്ക്. വേനൽക്കാലമാണെങ്കിലും നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഈ പുഴയ്ക്ക് പ്രത്യേകം അങ്ങനെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞ് പാലം കാണാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ പുതുതായിട്ട് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പന്തീരങ്കാവ് ഭാഗത്ത് ടാറ്റയുടെ ഷോറൂമിൻ്റെ ഒക്കെ അടുത്തായിട്ട് അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായൊരു പുതിയൊരു കാഴ്ചകൾ ഇതിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ മുഴുവനായിട്ട് കാണുക. പാലത്തിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ച നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പാലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ പഴയ പാലത്തിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കാണാം. പെയിൻറ്റ് ചെയ്ത പാലം തന്നെയാണ് പഴയത്. അപ്പോൾ മൂന്നാമതൊരു പാലം കൂടെയാണ് ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്. ഇതൊരു പാലം, ഇത് രണ്ട് അപ്പുറത്താണ് ഇനി പുതുതായിട്ടൊരു മൂന്നാമതൊരു പാലം വരുന്നത്. ഇവിടെയാണ് മൂന്നാമത് പാലം വരുന്നത്. പാലത്തിന് 3 ബീമാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ പാലത്തിന് 6 ബീമാണ്, 5 ബീമാണ് തോന്നുന്നത്. 5 ബീമാണ്, 5 ബീമുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വർക്കേഴ്സിൻ്റെ റൂമൊക്കെയാണ് ഇതിൻ്റെ താഴെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ സുഖമൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടെ ബൈക്കൊക്കെ കൊണ്ടുവന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട് പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ. അപ്പോൾ ഇനി നമ്മൾ മാമ്പുഴ പാലത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഡക്കാത്തിലോണ്ട് അവിടെ വരുന്ന ഒരു പാലമാണ് മാമ്പുഴ പാലം. ഒരു തോടിൻ്റെ കുറുകെ വരുന്നത്. അതിൻ്റെ അടുത്ത് ഒരു അണ്ടർപാസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഇനി പോകുന്നത്. ഇപ്പോഴും റോട്ടിൽ ബ്ലോക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാ ഭാഗത്തും റോഡ് വർക്ക് കഴിഞ്ഞതുകൊണ്ട് വേഗത്തിൽ വാഹനങ്ങൾ വന്നുകൊണ്ട് പുഴയുടെ ഈ പാലത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. ഇവിടുന്ന് പതുക്കെ പോകാൻ പറ്റുള്ളൂ, വീതിയില്ലാത്തൊരു പാലമായതോ. അതുകൊണ്ട് പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് ടാറിങ് ഒക്കെ നടക്കേണ്ടതുള്ളത്. ഇവിടെ നമുക്ക് കാണാം ഒരു സർവീസ് റോഡ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
അപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് പഴയ ഹൈവേൻ്റെ സൈഡിൽ കാണാം, പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കൈവരികളൊക്കെ പഴയത്, ഇതൊക്കെ ഇനി പൊട്ടിച്ച് മാറ്റും. പുതിയ രീതിയിലേക്ക് പാലം പൊളിച്ച് മാറ്റി വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്. നമ്മുടെ കൂരിയാട് ഭാഗത്ത് അതുപോലെ കോരപ്പുഴ ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള കൈവരികളൊക്കെ പൊട്ടിച്ച് പുതിയ രീതിയിലുള്ള ക്രാഷ് ബാരിയറും കൈവരികളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ ഇനി നടക്കേണ്ടതുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തൊന്നും വർക്കുകൾ നടന്നിട്ടില്ല, റോഡിൻ്റെ വർക്കുകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് പുതിയ ഹൈവേയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു വർക്കുകളൊന്നുമില്ല, ഫിനിഷിങ് വർക്കുകൾ മാത്രമാണ്. ബോർഡ് വെക്കാനുള്ളതും ക്ലീനിങ് അങ്ങനെയൊക്കെ ചെയ്ത് ആണ് വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് മാമ്പുഴ പാലത്തിൻ്റെ അടുത്തൊക്കെയാണ് ഇനി പോകുന്നത്. അപ്പോൾ പന്തീരങ്കാവ് ഭാഗത്ത് നടക്കുന്ന ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കാണ് ഇത് കാണാം. അതിൻ്റെ ആവശ്യത്തിനുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കാണാം. അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി നമുക്ക് കാണാം. ഇവിടെ ഈ ഒരു റെഡ് ക്രാഷ് ബാരിയർ വെച്ച ഈ ഭാഗത്താണ് ഇതിൻ്റെ സെൻറ്ററിലെ ഫില്ലർ വരുന്നത്. അതിനു വേണ്ടിയുള്ള വർക്കുകൾ, അടിയിലുള്ള ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ രണ്ട് സൈഡിലേക്കും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി നടക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണാം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വെക്കാനുള്ള ഗർഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇതിൻ്റെ മുകളിൽ ക്രെയിൻ ഉപയോഗിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ചെയ്യുന്നതായിരിക്കും. അടിഭാഗത്തേക്ക് സ്റ്റെപ്പൊക്കെ വെക്കും. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ റെഡ് ക്രാഷ് ബാരിയറിൻ്റെ അടുത്താണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം. അവിടെ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും സൈഡിൽ കാണാൻ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ബൈപ്പാസിൽ ചില ഭാഗങ്ങളിലൊന്നും സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ വലിയ പാറകളും വലിയ കുന്നുകളൊക്കെ ഉള്ള ഭാഗത്തായതുകൊണ്ടാണ് അവിടെയൊക്കെ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ആദ്യം വേഗത്തിൽ ഹൈവേൻ്റെ വർക്കാണ് അവർ തീർക്കുന്നത്. അതുകൊണ്ട് വാഹനഗതാഗതത്തിന് ഒരു തടസ്സവും ഇല്ലാതെ നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട്. നമ്മളിപ്പോൾ പന്തീരങ്കാവ് അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം പോയാൽ നമ്മുടെ മാമ്പുഴ പാലം കാണാം. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തും ഇനി വർക്കുകളൊന്നുമില്ല. നല്ല രീതിയിൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെ ബോർഡ് വെക്കേണ്ട വർക്കുകളും ക്യാമറ ഓൺ ചെയ്യുക, ലൈറ്റ് ഓൺ ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ്. അധിക ഭാഗത്തും ഇപ്പോൾ ബോർഡുകളൊക്കെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് പോയി നോക്കാം. അവിടെയുള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മാമ്പുഴ പാലം. മാമ്പുഴ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് പാലത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു ഫുട്പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുട്പാത്തിൻ്റെ ഭാഗത്തുള്ള ഈ ഫില്ലറുകളൊന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കാണാം ഈ വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഒരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹോള് ഇങ്ങനത്തെ ഉള്ള ഭാഗത്തുള്ള ഈ ഫില്ലറിൻ്റെ വർക്കൊക്കെയാണ് ഇവിടെ കഴിയാനുള്ളത്. വാഹനങ്ങളൊക്കെ പഴയ പാലത്തിലൂടെ പോകുന്നത് കാണാം. ഇതിൻ്റെ മുൻഭാഗത്താണ് ഇനി മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക്. അപ്പുറത്ത് ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം പാലത്തിൻ്റെ ജോയിൻറ്റിങ്. ഇങ്ങനെയാണ് ജോയിൻറ്റിങ് ചെയ്യുക. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്പി, ഒരു ഇരുമ്പിൻ്റെ ഒരു ക്ലാമ്പൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ
കാണാം. ഇനി ക്രാഷ് ബാരിയറിന് പെയിൻറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം ഹൈവേയിലൂടെ. ഇനി ഈ പാലത്തിൻ്റെയും കൈവരികളും ഇതുപോലുള്ള ഫുട്പാത്തുകളൊക്കെ പൊളിച്ച് മാറ്റി പുതിയ രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാം. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, മറ്റുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നത് നോക്കാം. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സൈഡിൽ കോൺക്രീറ്റ് വാളുകളൊക്കെ പഴയതാണ് തോന്നുന്നത്, പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. പുതുതായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഫില്ലർമ കൊണ്ടുപോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇവിടെ പുതുതായിട്ടുള്ള ഫില്ലർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കാണാം നമുക്ക്. പാലം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫില്ലർമലാണ് കൊണ്ടുപോകുന്നത് തോന്നുന്നത്. ബാക്കി ഭാഗത്ത് ഇവിടെ ഒരു ചതുപ്പായ സ്ഥലമാണ്, അതുകൊണ്ടായിരിക്കാം. ഇവിടെ കാണാം നമുക്ക് കറുത്തൊരു മണ്ണ്, അതിൻ്റെ പൈലിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്ത് മണ്ണിട്ട് നിറച്ചല്ല കൊണ്ടുപോകുന്നത്. പാലം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ അവിടെയാണ്, ആ ഭാഗത്താണ് പാലം. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇവിടെ മണ്ണ് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് വാൾ ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന ആണെങ്കിലും ഇവിടെയൊക്കെ പൈലിങ് നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കാണാം. പൈലിങ് നടക്കുന്നതിൻ്റെ ഭാഗത്തും അവിടെ കോൺക്രീറ്റ് വാളുണ്ട് ഒരു സൈഡിൽ. അവിടെയും വാഹനങ്ങൾ മണ്ണ് നിറക്കുന്നതും മെറ്റൽ ലെവൽ ചെയ്യുന്നതൊക്കെ കാണാം നമുക്ക്. ഇവിടെ പൈലിങ്ങിൻ്റെ ആവശ്യത്തിനുള്ള ഒരു വർക്കാണ് നടക്കുന്നത്. അവിടെയൊക്കെയാണ് പൈലിങ് നടക്കുന്നത്. പിന്നെ ആ ഭാഗത്താണ് നമ്മുടെ ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാമ്പുഴ ഭാഗത്ത് പാലത്തിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയതാണോ അത് ഒഴിവാക്കുകയാണെന്ന് തോന്നുന്നത് പഴയത്. ഇവിടെ കുറേ ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ കാണാം നമുക്ക്. ഇതിൻ്റെ മുന്നിൽ തന്നെ പുതുതായിട്ട് ഇനി ഫില്ലർ കൊടുത്തിട്ടുള്ള വർക്കാണ് നടക്കുന്നത് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ കമ്പികളൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണാം. ഇവർ ആദ്യം കോൺക്രീറ്റ് വാൾ കൊടുത്തതാണ് തോന്നുന്നുണ്ട്, പിന്നീട് അത് പൊട്ടിച്ചൊഴിവാക്കി ഇവിടെ ഫില്ലർ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ചൊരു ചതുപ്പായ സ്ഥലമാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പൈലിങ്ങിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ വരുന്ന ഭാഗത്താണ് അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ് മണ്ണിട്ട് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ടാറിംഗ് ഒക്കെ ചെയ്ത് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഉയർത്തിയ പോലെയാണ് നമുക്ക് കാണാം. ഇപ്പോൾ കുറച്ച് ഉയർന്ന ലെവലിലാണ് ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്നത്. ഒരു ഹൈറ്റ് ഉള്ള ഭാഗത്തൂടെയാണ് പോകുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നതും പോകുന്നതൊക്കെ. ഇതിൻ്റെ മുൻഭാഗത്തും ഇനി മണ്ണ് ലെവൽ ചെയ്ത് പഴയ ഹൈവേൻ്റെ ഭാഗത്തേക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു അണ്ടർപാസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം താഴ്ഭാഗം. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്ത് ഇനി എന്തൊക്കെ വർക്കുകൾ ഒന്ന് പോയി നോക്കാം. നമുക്ക് സർവീസ് റോഡിലൂടെ പോകുമ്പോൾ കാണാം വളരെ ഹൈറ്റിൽ കട്ട വെച്ചാണ് വർക്ക് നടന്നിട്ടുള്ളത്. ഇത്രയും ഹൈറ്റിലൂടെയാണ് നമ്മൾ മുകളിലൂടെ വന്നത്. അപ്പോൾ നമുക്ക് താഴെ നോക്കാം. ഇതാണ് അപ്പോൾ ഇവിടെ വരുന്ന അണ്ടർപാസ്. അപ്പോൾ നമ്മുടെ പാലം കഴിഞ്ഞ് മാമ്പുഴ പാലം കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്താണ് ഈ അണ്ടർപാസ് വരുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ കുറച്ച് ഭാഗത്ത് അണ്ടർപാസ് കൊടുക്കുന്നതുകൊണ്ട് ഉയർത്തിയിട്ടുണ്ട് റോഡ്. ഇപ്പം നമ്മൾ കടന്നു വന്നത് ആ റോഡിലൂടെയാണ്. ആ റോഡിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഭാഗത്താണ് കട്ട വെച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഇതാണ് ഈ ഭാഗത്തേക്കുള്ള ഒരു സർവീസ് റോഡ്.
ഇവിടെ കാണാം ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു സർവീസ് റോഡ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി വന്നപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് ആയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായത് എന്താ പറഞ്ഞാൽ ആ ഡെക്കാത്തലോണിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഹൈവേയിലേക്ക് കയറുന്ന ഒരു സർവീസ് റോഡ് പോലെയുള്ള ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമ്മളെ പാലം കണ്ട ഭാഗത്ത് കുറച്ച് ചതുപ്പായ ആ ഒരു തോടൊക്കെ ഉള്ള ഭാഗത്ത് ഒരു പുതുതായിട്ടുള്ള ഒരു ചെറിയൊരു പാലം, താഴ്ന്നൊരു പാലം നിർമ്മിക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന ഈ ഭാഗത്ത് ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന രീതിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ബ്ലോക്കായിട്ടുള്ള ഒരു ഇത് കാണാം. നമുക്ക് അല്ലാത്ത ഭാഗത്ത് നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഒറ്റ ലൈനിൽ ഇങ്ങനെയുള്ള ഒരു കോൺക്രീറ്റ് വാളായിരിക്കും. ഇവിടെ കുറച്ച് സേഫ്റ്റി കൂട്ടിയിട്ട് ഇവരിങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഹൈവേയിലേക്ക് വാഹനങ്ങൾ കയറിപ്പോകുന്ന രീതിയിലേക്ക് മാറ്റാണ്. അപ്പോൾ ഈ ഹൈറ്റിലേക്ക് ഇവർ കൊണ്ടുവരുമെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് ഇവിടെയുള്ള ഒരു സൈറ്റിലെ എൻജിനീയർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഇത്രയും വലിയ സേഫ്റ്റിയിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ അത് ഇവരോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങോട്ടുള്ള ഹൈവേയിലേക്ക് കയറി പോകാനുള്ള ഒരു റോഡും കൂടെ ഇതിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് അണ്ടർപാസിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. അണ്ടർപാസിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഫുള്ളായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഒരു സൈഡിൽ ഇനി പുതുതായിട്ടുള്ള ആ സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. പഴയ റോഡ് അവിടെ ആയിരുന്നു നമ്മളെ പഴയ ഹൈവേ. അത് മാന്തി മണ്ണൊക്കെ എടുത്ത് പുതിയതായിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഓരോ പില്ലർ ക്യാപ്പുകളൊക്കെ പൊട്ടിക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തുള്ള മണ്ണുകൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈവേയിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരാനുള്ളൊരു ഇതും കൂടാണ് ഈ ഭാഗത്ത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. മെസ്സേജിന് ഞാൻ തിരിച്ചു മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻസുകളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്ക് കയറിപ്പോകുന്ന ഒരു സർവീസ് റോഡ് ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.